ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിസഭാംഗങ്ങളും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ രാജ്യതലസ്ഥാനത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാകണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം. നീറ്റ് പരീക്ഷാ നടത്തിപ്പ് സുതാര്യമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരാതി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉന്നതാധികാര സമിതി വിലയിരുത്തും. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനാഭ്യർത്ഥനകൾ പാസാക്കുന്നതിനാണ് സഭാ സമ്മേളനം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ദക്ഷിണാഫ്രിക്കയെയും രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് മന്ത്രിസഭാംഗങ്ങളും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ രാജ്യതലസ്ഥാനത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. നാളെ രാത്രി 7:15 രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. നരേന്ദ്രമോദിക്കും മറ്റ് നിയുക്ത കേന്ദ്രമന്ത്രിമാർക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽപ്പെട്ട മറ്റ് രാഷ്ട്രങ്ങളിലെയും രാജ്യതലവന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയിസു, സീഷെൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നാളെ വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സംഘടിപ്പിക്കുന്ന വിരുന്നിലും നേതാക്കൾ പങ്കെടുക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്നലെയാണ് ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചത്. NDA ഘടകകക്ഷികളുടെ പിന്തുണ അറിയിച്ചുള്ള കത്തും രാഷ്ട്രപതിക്ക് കൈമാറിയിരുന്നു. ശക്തവും സുസ്ഥിരവും വളർച്ചയിൽ ഊന്നിയുള്ളതുമായ വികസനമാണ് NDA ലക്ഷ്യമിടുന്നതെന്ന് രാഷ്ട്രപതി ഭവന് പുറത്ത് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ ശ്രീ മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 3ാം നരേന്ദ്രമോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സേഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഹഫീഫും ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യ സെക്രട്ടറി മുക്തേഷ് പർദേശി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ലോകനേതാക്കളുടെ സന്ദർശനം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുമെന്ന് വിദേശകാര്യ ഔദ്യോഗിക വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം. ഇത് സംബന്ധിച്ച പ്രമേയം യോഗം ഐക്യകണ്ഠേന പാസാക്കി. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശക്തവും ജാഗ്രതയുമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതായി കോൺഗ്രസ് നേതാവും നിയുക്ത MP-യുമായ KC വേണുഗോപാൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിക്ക് ഊർജ്ജം പകർന്നതായും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സംസ്ഥാനതലത്തിൽ വിശകലനം നടത്തുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ ന്യൂഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ശ്രീ ഖാർഗെ ആശംസകൾ നേർന്നു. മറ്റന്നാൾ നടക്കുന്ന ഒഡീഷ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഭുവനേശ്വറിലെ ജനതാ മൈതാനത്താണ് ചടങ്ങുകൾ നടക്കുക. എന്നാൽ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ BJP അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. മറ്റന്നാൾ രാവിലെ നടക്കുന്ന BJP നിയമസഭാ പാർട്ടി യോഗത്തിൽ 2 കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിലായിരിക്കും പാർട്ടി നേതാവിനെ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കുക. നീറ്റ് പരീക്ഷ സുതാര്യമാണെന്നും പരീക്ഷാ നടത്തിപ്പിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫലവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളെക്കുറിച്ച് പരാതി പരിഹാര സമിതി സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ ഉന്നതാധികാര സമിതി വിലയിരുത്തുമെന്ന് NTA ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗ് അറിയിച്ചു. പരീക്ഷയുമായി ബന്ധപ്പെട്ടുയർന്ന മറ്റു പരാതികളും സമിതി പരിശോധിക്കും. UPSC മുൻ ചെയർമാൻ അധ്യക്ഷനായ സമിതി ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് നൽകും. നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും ചോദ്യപേപ്പർ തെറ്റായി വിതരണം ചെയ്തതിനെ തുടർന്ന് സമയം നഷ്ടപ്പെട്ട 1600 ഉദ്യോഗാർത്ഥികളുമായും 6 കേന്ദ്രങ്ങളുമായും ബന്ധപ്പെട്ടാണ് ആക്ഷേപമുള്ളതെന്നും ശ്രീ സുബോധ് കുമാർ സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് സമ്മേളനത്തിൽ പ്രഥമ പരിഗണന. ഈ മാസം 11 മുതൽ അടുത്ത മാസം 8 വരെ 13 ദിവസം ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കും. 2024 കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബില്ല്, കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബില്ല് എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ആകെ 28 ദിവസമാണ് സഭാ സമ്മേളനം ചേരുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ജൂലൈ 25-ാം തീയതി സമ്മേളനം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നിലവിൽ സമയക്രമം നിശ്ചയിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. ജില്ലയിൽ പത്തനംതിട്ട നഗരസഭ ഉൾപ്പെടെ 15 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്നതിനാൽ കൂടുതൽ കരുതൽ ആവശ്യമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. പത്തനംതിട്ട നഗരസഭ മല്ലപ്പള്ളി, കൊടുമൺ, കോന്നി, റാന്നി പെരുനാട്, തണ്ണിത്തോട്, സീതത്തോട്, കൊക്കാത്തോട്, കൂടൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലുമായി 15 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിൽ ജില്ലയിലുള്ളത്. മഴ പെയ്തതോടെ വെള്ളം കെട്ടിനിന്ന് കൊതുക് മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യം എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആഴ്ചയിലൊരിക്കലെങ്കിലും വീടുകളിനുള്ളിലും പരിസരത്തും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴിവാക്കാനും പരിസരം ശുചിയാക്കാനും ശ്രദ്ധിക്കണം. ഒരിക്കൽ രോഗം വന്നവർക്ക് വീണ്ടുമുണ്ടായാൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ആരംഭത്തിലെ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ കൊട്ടിയം പ്രദേശത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ വീണ സരോജിന്റെയും മറ്റുദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. രോഗബാധയെ തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ നെതർലൻഡ്സ് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 8-നാണ് മത്സരം. രണ്ടാം മത്സരം ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ രാത്രി 10:30. 2020 ലോകകപ്പിലെ ആവേശ പോരാട്ടമായ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ നടക്കും. FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യക്കെതിരെ ജർമ്മനിക്ക് ജയം. 2-4 ഗോളുകൾക്കാണ് ജർമ്മൻ വിജയം. 2 ഗോളുകൾക്ക് മുന്നിട്ട് നിന്ന് മികച്ച പ്രകടനം തുടരുന്നതിനിടെയാണ് ജർമ്മനി തിരിച്ചടിച്ചത്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ മഹാരാഷ്ട്ര മുതൽ വടക്കൻ കേരള തീരത്തിന് സമീപം വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതിന്റെ സ്വാധീനത്താലാണിത്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 11 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്ന ട്രോളിംഗ് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന മത്സ്യബന്ധനയാനങ്ങളെല്ലാം തീരം വിട്ടുപോകണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. നീണ്ടകര പാലത്തിന് പടിഞ്ഞാറ് വശം തങ്കശ്ശേരി, അഴീക്കൽ തുറമുഖങ്ങളാണ് അടച്ചിടുന്നത്. ശക്തികുളങ്ങര, അഴിമുഖത്തും നിരോധനം ബാധകമാണ്. അതേസമയം നീണ്ടകര തുറമുഖത്ത് ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ളവ ഒഴികെയുള്ള പരമ്പരാഗത യാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. ഈനാട് ഗ്രൂപ്പിന്റെ സ്ഥാപകനും മാധ്യമരംഗത്തെ പ്രമുഖനുമായ CH രാമോജി റാവുവിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രമുഖർ. രാമോജി റാവുവിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. ഏറെ നാളായി ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് രാവിലെ ഹൈദരാബാദിൽ വെച്ചാണ് അന്തരിച്ചത്. 87 വയസ്സായിരുന്നു. ഈനാട് ഗ്രൂപ്പ്, രാമോജി ഫിലിം സിറ്റി എന്നിവയുൾപ്പെടെ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയായ ശ്രീ രാമോജി റാവുവിന് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ രാവിലെ ഹൈദരാബാദിൽ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഡെൻമാർക്ക് പ്രധാനമന്ത്രി മേറ്റെ ഫ്രെഡറിക്സന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് നിയുക്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡെൻമാർക്ക് പ്രധാനമന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ആശങ്ക അറിയിച്ച ശ്രീ മോദി അവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. വെള്ളിയാഴ്ച കോപ്പൻഹേഗനിൽ വെച്ച് മെറ്റെ ഫ്രെഡറിക്സന് നേരെ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ശ്രീ മോദിയുടെ പ്രസ്താവന. നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് നാളെയും മറ്റന്നാളും ഡൽഹിയിൽ ഡ്രോൺ ഉപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്തി. പാരാഗ്ലൈഡറുകൾ, പാരാമോട്ടറുകൾ, ഹാങ് ഗ്ലൈഡറുകൾ, ആളില്ലാ വ്യോമ വാഹനങ്ങൾ, ഹോട്ട് എയർ ബലൂണുകൾ എന്നിവയുൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നതിനാണ് ഡൽഹി പോലീസ് നിരോധനം ഏർപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിസഭാ അംഗങ്ങളും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ രാജ്യ തലസ്ഥാനത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാകണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം. നീറ്റ് പരീക്ഷാ നടത്തിപ്പ് സുതാര്യമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരാതി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉന്നതാധികാര സമിതി വിലയിരുത്തും. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനാഭ്യർത്ഥനകൾ പാസാക്കുന്നതിനാണ് സഭാ സമ്മേളനം.
കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ നെതർലൻഡ്സ് ദക്ഷിണാഫ്രിക്കയെയും, രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.